Good morning. Okay, Sharanya, Krishna. Morning. Please say good morning. Donna, good morning. ശരണ്യനെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? കിരിതുമോൾ ഗുഡ് മോർണിംഗ്. ഇല്ലായിരുന്നു. കണ്ടില്ലായിരുന്നു, തീർച്ചയായിട്ടും. ആണോ? ഓക്കെ. ട്രിപ്പിലായിരുന്നു. എവിടെ? ഓണത്തിന്റെ ട്രിപ്പ് അല്ലെ? എവിടെ പോയി? എവിടെയായിരുന്നു ട്രിപ്പ്? തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്ടിലോട്ട് പോയല്ലേ? ഓക്കെ ഓക്കെ. പ്രീതി ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും വളരെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കണോ? ഓക്കെ, തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞു നിർത്തിയത് NABH ആണ് കേട്ടോ. JCI നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ NABH ആണ്. NABH നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസിനകത്ത് പഠിച്ചിട്ടുണ്ട്. അത് തന്നെ ആ സെയിം കണ്ടന്റ് തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ NABH പറ്റി നമ്മൾ പറഞ്ഞു. NABH ആയിക്കഴിഞ്ഞാലും JCI ആയിക്കഴിഞ്ഞാലും രണ്ട് ലക്ഷ്യമിടുന്നത് എന്തിനെ തന്നെയാണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ സർവീസസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു NABH-നകത്ത് 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പിന്നെ 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് ഉണ്ട് അല്ലെ? 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ NABH-ഉം JCI-യും പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ JCI എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കാം, NABH-ന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം. പിന്നെ JCI-ന്റെ എത്ര സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ പറഞ്ഞത്? 285 സ്റ്റാൻഡേർഡുകളും 1160 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സും. ഓക്കെ, NABH-ലോട്ട് വരുമ്പോ എങ്ങനെയാ? 10 ചാപ്റ്ററുകള്, 100 സ്റ്റാൻഡേർഡുകള്, 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ്. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ പഠിച്ചൊരു കാര്യം എന്താ? JCI-യുടെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് എവരി 3 ഇയേഴ്സ് ആണ് അല്ലെ? അതായത് ഓരോ 3 വർഷം കൂടുമ്പോഴാണ് JCI-യുടെ സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത്. അതേസമയം NABH-ൽ നമ്മൾ പറഞ്ഞത് NABH സ്റ്റാൻഡേർഡുകൾ റിവൈസ് ചെയ്യുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുവരെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു NABH-ൽ നമ്മൾ 651 ഒബ്ജക്റ്റീവ് ഇലമെന്റ്സിനെ 4 കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തത് അല്ലെ? കോർ കാറ്റഗറി, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, അച്ചീവ്മെന്റ് കാറ്റഗറി, എക്സലൻസ് കാറ്റഗറി. അങ്ങനെ നമ്മൾ 4 കാറ്റഗറിയിലായിട്ടാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ഇലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്തത്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സ്റ്റാൻഡേർഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒബ്ജക്റ്റീവ് ഇലമെന്റ്സ് എന്താണെന്നും നിങ്ങൾക്കറിയാം. ഓക്കെ ഓക്കെ അല്ലേ? അവിടെ വരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? വായിച്ചു നോക്കിയോ? ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാനേ. ഇനി നമുക്ക് നോക്കാനുള്ളത് NABH സ്റ്റാൻഡേർഡ്സുകളാണ് കേട്ടോ. സെയിം കാര്യം പഠിച്ചതാണ് നിങ്ങൾ. അപ്പൊ നോക്കുക, ഫസ്റ്റ് വൺ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്, സെക്കൻഡ് വൺ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാം അല്ലെ, 100ഓളം സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. ഈ 100 സ്റ്റാൻഡേർഡുകൾ നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഈ സ്റ്റാൻഡേർഡുകളിൽ പ്രധാനപ്പെട്ട പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളും ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകളും ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ടോക്കി അഫ്സാന ഗുഡ് മോർണിംഗ്. നോക്കാം. അപ്പൊ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വൺ വരുന്നത് ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ അഥവാ AAC. അപ്പൊ ഇതിന്റെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുന്നു കേട്ടോ. AAC എന്താണ്? ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂവിറ്റി ഓഫ് കെയർ. പിന്നെ രണ്ടാമത്തത് COP. COP എന്ന് പറയുന്നത് എന്താണ്? കെയർ ഓഫ് പേഷ്യന്റ്. അതാണ് കെയർ ഓഫ് പേഷ്യന്റ്.
Then അടുത്തത് MOM. MOM എന്താണ്? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. അതാണ് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. Then അടുത്തത് PRE. PRE എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അതാണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് പേഷ്യന്റിന്റെ അവകാശങ്ങളും അവരുടെ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ. ലാസ്റ്റ് വരുന്നത് HIC. HIC എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സുകൾ. ഹോസ്പിറ്റലിന്റെ ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡേർഡുകൾ. ഇത്രയുമാണ് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകളായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് AAC, COP, MOM, PRE, HIC. ഇതിന്റെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ JCIയിൽ ഇതുപോലെ പഠിച്ചിരുന്നു. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് NABHന്റെ പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് അതിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം രോഗീനെ കേന്ദ്രീകൃതമായിട്ടുള്ള, അല്ലെങ്കിൽ രോഗിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡുകളാണ്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതായത് എല്ലാ രോഗികൾക്കും കെയർ ആക്സസ് ചെയ്യാൻ പറ്റണം അല്ലെ, എല്ലാവർക്കും കെയർ ലഭിക്കാനുള്ള അവസരം ഉണ്ടാവണം. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, എല്ലാവർക്കും ഒരു പരിചരണത്തിന്റെ തുടർച്ച ഉറപ്പാക്കണം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ആരെയും ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. കെയർ ഓഫ് പേഷ്യന്റ് എന്ന് പറയുമ്പോഴും പേഷ്യൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, മെഡിക്കേഷൻ മാനേജ്മെന്റ്. ഈ മെഡിക്കേഷൻ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? പേഷ്യൻസിനാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പോഴും നമ്മൾ ആരെ ഫോക്കസ് ചെയ്യുന്നേ? പേഷ്യന്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പേഷ്യന്റ് സെന്റേർഡ് ആണ് അല്ലെ. അതുപോലെ തന്നെയാണ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യന്റിന്റെ അവകാശങ്ങള്, അതുപോലെ അവര് എന്താണ് അവയർനെസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ, അവിടെയും നമ്മൾ പേഷ്യന്റിനെ ഫോക്കസ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് പിന്നെ നമുക്കൊരു ഡൗട്ട് വരാം അല്ലെ. അത് ഹോസ്പിറ്റൽ ബേസ്ഡ് ആണോ അതോ പേഷ്യന്റ് ബേസ്ഡ് ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇൻഫെക്ഷൻ കൺട്രോളും മറ്റും ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ആര് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യന്റിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പേഷ്യന്റ് സെന്റേർഡ് ആണോ അത് ഓർഗനൈസേഷൻ സെന്റേർഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇത് മുഴുവൻ ഫുൾ ഫോം എങ്ങനെ പഠിക്കും, ഇത് ഓർത്ത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ ഞാൻ കാര്യം പറയാം, നമ്മളിത് 2-3 പ്രാവശ്യം വായിക്കാം. അങ്ങനെ കാണാപ്പാഠം പഠിക്കണ്ട. നമ്മളതിപ്പോ ഒരു ദിവസം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ഇപ്പൊ ഒരു പ്രാവശ്യം വായിക്കാം, നാളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം വായിക്കാം, ഇങ്ങനെയുള്ളത്. അപ്പോ ഡെയിലി നിങ്ങൾക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ ഒരു 2-3 പ്രാവശ്യം മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാല് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കയറും അതിന്റെ ഫുൾ ഫോമുകള്. പിന്നെ അറിയാലോ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് അപ്പൊ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്താൽ മതി, തിരിച്ചറിഞ്ഞാൽ മതില്ലോ. അല്ലാണ്ട് അവിടെ എഴുതി എടുക്കാൻ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. അപ്പൊ 2-3 പ്രാവശ്യം ഇങ്ങനെ വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ ഫുൾ ഫോമുകൾ കയറും കേട്ടോ. ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ഹൈലൈറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പഠിക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണുമ്പോൾ ഇത് മുഴുവൻ പഠിച്ചത് എങ്ങനെയാണ് പഠിക്കാന്ന് വിചാരിക്കണം. അടുത്തതാണ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. അതായത് ഓർഗനൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ PSQ. PSQ എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അത് ശരിക്കും ഹോസ്പിറ്റലിൽ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി ഉള്ള സർവീസുകളൊക്കെ കൊടുക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ ആണ്. സോ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. അടുത്തത് ROM. ROM എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. അടുത്തത് അത് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. മാനേജ്മെന്റ് തന്നെ കേൾക്കുമ്പോൾ ഓർഗനൈസേഷൻ സെന്റേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെയാണ് FMS. FMS എന്താണ്? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഫെസിലിറ്റികൾ, ഹോസ്പിറ്റൽ ഫെസിലിറ്റികളാണ് അല്ലെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ സെന്റേർഡ് അല്ലേ അത്? ഹോസ്പിറ്റലുകളിൽ നമ്മൾ പേഷ്യൻസിന് കൊടുക്കേണ്ട ഫെസിലിറ്റികൾ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ് അല്ലെ. സോ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. അടുത്തത് HRM. HRM അറിയാലോ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്.
അടുത്തത് IMS. IMS എന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റംസ് അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങൾ. ഇനി ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു വലിയൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. എല്ലാം നമ്മൾ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിലൂടെയാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളാണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അതോടുകൂടി NABH അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ JCAയും NABH ഒക്കെ പഠിക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ മാറിക്കൊണ്ടിരിക്കണം. നെക്സ്റ്റ് അതുപോലെ നിങ്ങൾ ഓർക്കുക കേട്ടോ, JCAയുടെ നമ്മൾ പറയുമ്പോൾ ആ ഒരു ഫ്ലോ ചാർട്ട്, നിങ്ങളുടെ ഫ്ലോ ചാർട്ട് മീൻസ് മനസ്സിലുണ്ടായാൽ മതി. ചാപ്റ്ററിന്റെ ഉള്ളിൽ സ്റ്റാൻഡേർഡുകൾ, ഓരോ സ്റ്റാൻഡേർഡുകൾക്കുള്ളിലായിട്ട് ഒബ്ജക്റ്റീവിലുണ്ട്. അപ്പൊ ഒബ്ജക്റ്റീവ് എലിമെന്റ്സുകളുടെ ടോട്ടൽ സ്കോറിലൂടെ നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡിന്റെ സ്കോറാണ്. അതുപോലെ എല്ലാ സ്റ്റാൻഡേർഡുകളുടെയും ഓവറോൾ സ്കോർ നമുക്ക് തരുന്നത്, ഓവറോൾ സ്കോർ എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ സ്കോർ ആയിരിക്കും. ഇനി എല്ലാ ചാപ്റ്ററുകളുടെയും ഓവറോൾ സ്കോർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JCA അക്രഡിറ്റേഷന്റെ ടോട്ടൽ സ്കോർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു മനസ്സിൽ അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് NABH കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. എവിടെ പഠിച്ചു? ക്വാളിറ്റി ഇൻഷുറൻസിൽ പഠിച്ചില്ലേ നിങ്ങള്? 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത് തന്നെ അതിന്റെ ഫോർമുലകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഫോർമുലകളാണ് 32 ഫോർമുലകൾ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ 32 നിങ്ങൾ പഠിക്കേണ്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകൾ നമ്മൾ പറഞ്ഞു തരാം. അത് മാർക്ക് ചെയ്ത് വെച്ച് അത് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, NABH കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് KPI എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ? അതൊക്കെ പഠിച്ചതാണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. Key performance indicators or KPIs assist in helping to systematically monitor, assess and continually enhance service performance. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ആദ്യം തന്നെ എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെഷറബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന, നമുക്ക് അളന്നെടുക്കാൻ സാധിക്കുന്ന ചില വാല്യൂസ് ആണ്. എന്ത് വാല്യൂസ് ആണിത്? അതായത് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അല്ലെ, അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിറ്റി അല്ലെ, അത് എത്രത്തോളം ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന, നമുക്ക് അളന്നെടുക്കാൻ കഴിയുന്ന വാല്യൂസ് ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏതൊരു ഓർഗനൈസേഷനും അവരുടേതായ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഉണ്ടായിരിക്കും, ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം, അവരുടെ ഒബ്ജക്റ്റീവ്, അവരുടെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസ് അല്ലെ? പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാം, ഏറ്റവും ക്വാളിറ്റി ഉള്ള സേവനങ്ങൾ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഒരു അവരുടെ ഒബ്ജക്റ്റീവ്, അവരുടെ ലക്ഷ്യം അതാണ് അല്ലെ? ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന എന്താ പറയാ, ഈ പറയുന്ന മെഷറബിൾ ആയിട്ടുള്ള, നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അസിസ്റ്റ് ഇൻ ഹെൽപ്പിംഗ് ടു സിസ്റ്റമാറ്റിക്കലി മോണിറ്റർ, അസസ് ആൻഡ് കണ്ടിന്യൂലി എൻഹാൻസ് സർവീസ് പെർഫോമൻസ്. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളിലുള്ള പെർഫോമൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും, അതായത് ഒബ്സർവ് ചെയ്യാനും, അസസ് ചെയ്യാനായിട്ട് വിലയിരുത്താനും, അതുപോലെ അതിനെ എൻഹാൻസ് ചെയ്യുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കൂട്ടം വാല്യൂസിനെയാണ്, അല്ലെങ്കിൽ എന്താ പറയാ, സൂചനകളെയാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, ബൈ themselves
KPIs cannot improve the performance. However, they do provide signposts that signal progress towards goal and objective as well as opportunities for the sustainable progress. അതായത് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണ് പറഞ്ഞത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതുകൊണ്ട് മാത്രം നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളെ സഹായിക്കുന്നത്. മനസ്സിലായോ? അതായത് ആ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഏതൊക്കെ ഏരിയകളില് നമ്മൾക്ക് ഇനി ഇംപ്രൂവ് ചെയ്യാനുണ്ട്, ആ ഏരിയകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് സഹായിക്കുന്നത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് KPIs മാത്രം ഉപയോഗിച്ച് നമുക്ക് പെർഫോമൻസിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. പിന്നെ ഇംപ്രൂവ് ചെയ്യേണ്ട നടപടിക്രമങ്ങളൊക്കെ നമ്മൾ അല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. However, they do provide signposts that signal progress towards goals and objectives as well as opportunities for the sustainable progress. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഒരു ഓർഗനൈസേഷനിൽ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് അല്ലെ, ഗോൾസ് ഉണ്ട്. അതിലേക്കുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അവർ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ വർക്കിംഗ് ആവുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം, അങ്ങനെയുള്ള ഏരിയകൾ കണ്ടെത്താൻ മാത്രമായിട്ടാണ് നമ്മൾ ഇത് സഹായിക്കുന്നത്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായോ? ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കൂട്ടം സൂചകങ്ങൾ കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി നമുക്ക് നോക്കാം, ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ലൈക്ലി ടു ബി മോണിറ്റർഡ് ബൈ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അപ്പൊ നിങ്ങൾ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫോർമുലകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോ ഒരു കാര്യം പറയാണ്, ഫോർമുലകൾ 32 ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ ഇത് മുഴുവൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ അതെങ്ങനെ പഠിക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആ കൺസെപ്റ്റ് എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫോർമുല നമുക്ക് തന്നെ സ്വയം എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തെടുക്കാനായിട്ട് പറ്റും. കാണാപ്പാടെ പഠിക്കേണ്ടതാണ്. ഫോർമുല കാണാപ്പാടെ പഠിക്കേണ്ട. നമ്മൾ ആ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക് ആ ഒരു ഫോർമുലയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പോവാന്നുള്ളതാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ നമുക്ക് നോക്കാം, ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് കേട്ടോ, അഥവാ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. അങ്ങനെയാണ് നിങ്ങൾ അവിടെ പഠിച്ചത് അല്ലെ. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപേഷ്യൻസ് അല്ലെ, അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന്റെ ഇനീഷ്യൽ അസസ്മെന്റിന്, അവരുടെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുക്കുന്ന സമയം അതെന്താണ്? അതൊരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അതാണ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യൻസ്. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന്, ഇനീഷ്യൽ അസസ്മെന്റിനായിട്ട് എടുക്കുന്ന സമയം. ഓക്കെ, അതാണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു എന്താ പറയുക, പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വരുന്നു. അപ്പൊ ഡോക്ടർ അവരെ പരിശോധിക്കുന്നു. ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഡോക്ടർ അഡ്മിഷൻ പറയുകയാണ് പേഷ്യന്റിന്. അപ്പൊ ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഡോക്ടർ വരും. ഫസ്റ്റ് ഡോക്ടർ വന്ന് ഒരു ഇനീഷ്യൽ അസസ്മെന്റുകളൊക്കെ നടത്തും. അതായത് അവരുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ എന്താ പറയാ മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ മറ്റുള്ള വൈറ്റൽസുകളും കാര്യങ്ങളൊക്കെ ഡോക്ടർ വന്നൊന്ന് അസസ് ചെയ്യും. അതാണ് ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നെ മറ്റുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുള്ളൂ. ആദ്യം ഡോക്ടർ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഡോക്ടർ ആദ്യം വരുന്നു, അവരുടെ കുറച്ച് ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുന്നുണ്ട്, അവരോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അവരുടെ കണ്ടീഷൻസുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുന്നുണ്ട്. അതാണ് ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെടുക്കുന്ന സമയമാണ് കേട്ടോ. അപ്പൊ നോക്കുക, എങ്ങനെയാണ് ആ സമയം നമ്മൾ കണക്കാക്കുന്നത്? The time should begin from the time that the patient has reached at the bed of the ward
till the time that the initial evaluation has been completed by a doctor. അണ്ടർലൈൻ ചെയ്യുക, ആ കൺസെപ്റ്റ് കിട്ടിയാൽ മതി നിങ്ങൾക്ക്. അതായത് നമ്മൾ ആ ടൈം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ ബെഡിൽ എത്തുന്നത് തൊട്ട് അവിടെ തൊട്ടുള്ള സമയമാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാണ്ട് ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്ന സമയമല്ല നമ്മൾ എടുക്കുന്നത്. ആ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ അഡ്മിഷൻ പറയുന്നു, അങ്ങനെ പേഷ്യന്റ് ആ ഒരു വാർഡിലെ ബെഡിലോട്ട് എത്തുകയാണ്. ആ വാർഡിലെ ബെഡിലോട്ട് എത്തുന്ന സമയം തൊട്ട് ഈ ഡോക്ടർ വരുന്നു, ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം, അതുവരെയുള്ള സമയം, അതാണ് അവിടെ ടൈം ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ആ ഒരു പേഷ്യന്റ് വാർഡിലെ ബെഡിൽ എത്തുന്ന സമയം തൊട്ട് ഡോക്ടർ വന്ന് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തല് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം. ഓക്കെ, അത് എടുക്കുന്നത് വരെയുള്ള സമയം. ദാറ്റ് ഈസ് കോൾഡ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ടൈം ഷുഡ് ബിഗിൻ ഫ്രം ദ ടൈം ദാറ്റ് ദ പേഷ്യന്റ് ഹാസ് റീച്ച്ഡ് അറ്റ് ദ ബെഡ് ഓഫ് ദ വാർഡ് till the time that the initial evaluation has been completed by the doctor. ഡോക്ടർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പോ എങ്ങനെയായിരിക്കും അതിന്റെ ഫോർമുല വരിക? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് 10 മണിക്ക് വാർഡിലെ ബെഡിൽ എത്തുകയാണ്. 10 മണിക്ക് വാർഡിലെ ബെഡിൽ എത്തുകയാണ്, അഡ്മിറ്റഡ് ആയിട്ട് ബെഡിൽ എത്തുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ വരുന്നു. ഡോക്ടർ വന്നിട്ട് ഇനീഷ്യൽ അസസ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോ സമയം കംപ്ലീറ്റ് ചെയ്തപ്പോ 10:30 സമയം, 10:30 സമയം. അപ്പൊ അവിടെ ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ എത്രയാ? 30 മിനിറ്റ് ആണ്, അരമണിക്കൂറാണ്. 10 മണിക്ക് രോഗി ബെഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഡോക്ടർ വന്നു, ഇനീഷ്യൽ അസസ്മെന്റ് എടുത്തു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ സമയം 10:30. അപ്പൊ ആ ടോട്ടൽ ടൈം ടേക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10:30 മിനിറ്റ് ആണ്, അരമണിക്കൂറാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല എന്തായിരിക്കും വരിക? ഫോർമുല നോക്കുക. സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്. സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത ആകെ സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്. അതായത് ആകെയുള്ള അഡ്മിഷൻസുകളുടെ എണ്ണം. ആകെയുള്ള അഡ്മിഷൻസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെയുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്. അതായത് ഇൻപേഷ്യൻസുകളില് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന്റെ എടുത്ത സമയമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ന്യൂമറേറ്ററിൽ ആദ്യം എന്താ വരിക? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ്. അല്ല, ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത ആകെ സമയം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ആകെയുള്ള അഡ്മിഷനുകളുടെ എണ്ണം. ആകെയുള്ള അഡ്മിഷനുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആകെയുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം എന്നാണ് അർത്ഥം അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ന്യൂമറേറ്ററിൽ സമ്മാണ് വരുന്നത്, തുകയാണ് വരുന്നത് അല്ലെ. അതുപോലെ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഛേദത്തിൽ വരുന്നത് നമ്പർ ആണ്, ടോട്ടൽ ആണ്. അപ്പൊ സം ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ? ആവറേജ് ആണ്. അതായത് ആവറേജ് ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ആണ് നമുക്ക് അതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഒരു പേഷ്യന്റിനല്ല, ഒരുപാട് പേഷ്യൻസ്. ഇപ്പൊ നോക്കാം, സാധാരണ ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന സമയം, ആകെ സമയം ഒരു 100 മണിക്കൂറാണെന്ന് വിചാരിക്കാം. ടോട്ടൽ ആ ഹോസ്പിറ്റലില് 50 പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫോർമുല അനുസരിച്ച് എത്ര വരും? 100/50. 2 മണിക്കൂറാണ്. അതായത് ഏകദേശം ആ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിന് എടുക്കുന്ന ആവറേജ് സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ ആണോ? ഫസ്റ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ദ ഇനീഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കാം, ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. രണ്ടാമത്തെ എന്താണ്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. എന്താണ്? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. അതായത് ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നതിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. എന്താണ്? ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നതിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം നമ്മളൊരു യൂണിറ്റിലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മളൊരു 1000 ഇൻവെസ്റ്റിഗേഷൻസിന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. നിങ്ങൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ടൈം ടേക്കൺ ഫോർ ദി ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ 100 മണിക്കൂർ 50 പേഷ്യൻസിനെ 2 മണിക്കൂറാണ് പൊതുവെ അവിടെ വരുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും ഇനീഷ്യൽ അസസ്മെന്റിന് എടുക്കുന്ന സമയം ഇപ്പൊ 2 മണിക്കൂറാണ് ആവറേജ്. അത് നമ്മൾ ഓരോ ഹോസ്പിറ്റലിലും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. ചിലയിടത്ത് 2 മണിക്കൂറാവാം, ചിലപ്പോൾ ചിലയിടത്ത് 3 മണിക്കൂറാവാം, ചിലയിടത്ത് 4-5 മണിക്കൂറുകളാവാം.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനീഷ്യൽ അസസ്മെന്റ് പൂർത്തിയായിട്ടുണ്ട്. അതല്ലേ അതിന്റെ ക്വാളിറ്റി അല്ലെ? ഒരുപാട് സമയം എടുത്ത് ഇനീഷ്യൽ അസസ്മെന്റിന് ഒരുപാട് സമയം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ക്വാളിറ്റി അല്ല. നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇനീഷ്യൽ അസസ്മെന്റ് പെട്ടെന്ന് തന്നെ അല്ലെ, അധികം സമയം വൈകാതെ തന്നെ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തിയിരിക്കണം. അങ്ങനെയാണ് അത് ക്വാളിറ്റിനെ കണക്കാക്കുന്നത്. ആ ടൈം വെച്ചിട്ട് ആ ടൈം നമ്മള്, അതാണ് ഞാൻ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആയിട്ടുള്ള എന്താ പറയുക വാല്യൂസ് ആണ്. കളഞ്ഞെടുക്കാൻ കഴിയും. ആ വാല്യൂസിൽ നിന്ന് നമുക്ക് ആ ഇംപ്രൂവ്മെന്റ്, ആ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത നോക്കുക, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷൻസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എററുകളുടെ എണ്ണം. അതിൽ വേറെ ഒന്നും പറയുന്നില്ല, ഫോർമുലയാണ്. അപ്പൊ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഫിസിക്കൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്, റേഡിയോളജി ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട് അല്ലെ, അതുപോലെ തന്നെ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ എററുകൾ വരാം അല്ലെ, എറർ എപ്പോഴും വരുന്നതല്ല, എററുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു 1000 ഇൻവെസ്റ്റിഗേഷൻസ് നടന്നിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എററുകളുടെ എണ്ണമാണ് കണക്കാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫോർമുല വരിക? ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ട എററുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻടു 1000. ഇൻടു ആണ്, അത് ഇൻടു ആണ്. നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്, ആകെ നടന്നിട്ടുള്ള ടെസ്റ്റുകളുടെ എണ്ണം ഇൻടു 1000. 1000 പറയാൻ കാരണം നമ്മൾ 1000 ഇൻവെസ്റ്റിഗേഷൻസിലാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ എത്ര ടെസ്റ്റുകൾ ആകെ നടത്തി, 1000 ടെസ്റ്റുകൾ നടത്തിയതിൽ എത്ര എണ്ണത്തിൽ എററുകൾ റിപ്പോർട്ട് ചെയ്തു, എങ്ങനെ വരിക ഫോർമുല? സോ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻടു 1000. ഓക്കെ, ക്ലിയർ ആണോ? ഈ ഫോർമുലകൾ അല്ലാതെ തന്നെ ഓർക്കാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. മൂന്നാമത്തെ ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ്. അഡ്ഹിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അഡ്ഹിയർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നോക്കുക, പെർസെന്റേജ് ഓഫ് അഡ്ഹിയറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ ദ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. അതായത് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കുന്നവരുടെ ശതമാനം. ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗം. നമ്മളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ലബോറട്ടറി സർവീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റേഡിയോളജി സർവീസ് പഠിച്ചിട്ടുണ്ട്. അവിടെ എടുക്കേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തില് ഈ പറയുന്ന സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായിട്ട് പാലിക്കുന്ന സ്റ്റാഫുകളുടെ ശതമാനം അല്ലെ. അപ്പൊ ഒരു കാര്യം പറയട്ടെ, റേറ്റ് എന്ന് പറയുമ്പോൾ പെർസെന്റേജ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇൻടു 100 ചെയ്യും. ഫോർമുലയ്ക്കകത്ത് എന്തുണ്ടായിരിക്കും? ഇൻടു 100 ഉണ്ടായിരിക്കും. പെർസെന്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ അവിടെ ഇൻടു 100 ഉണ്ടായിരിക്കും ഫോർമുലയ്ക്കകത്ത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെ, സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് ഇൻടു 100. നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് സ്റ്റാഫ്സ് വർക്കിംഗ് ഇൻ ദ ഡയഗ്നോസ്റ്റിക്സ്, അതാണ് അതിന്റെ അർത്ഥം. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആകെ സ്റ്റാഫുകളുടെ എണ്ണം ഇൻടു 100. ബിക്കോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പെർസെന്റേജ് ആണ്. സോ ഇൻടു 100 എളുപ്പമല്ലേ ഫോർമുല? അപ്പൊ എന്താണ് വരിക? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ്, സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്ന സ്റ്റാഫുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ number of staff audited, that means number of staff working in the diagnostics. ഡയഗ്നോസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആകെ ജീവനക്കാരുടെ എണ്ണം, അതിൽ എത്ര പേര് കൃത്യമായിട്ട് ഈ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നുണ്ട് ഇൻടു 100 ചെയ്താൽ നമുക്ക് കറക്റ്റ് പെർസെന്റേജ് കിട്ടും അല്ലെ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ കൂടുതൽ ആളുകള് ഇപ്പൊ നമുക്കൊരു 90% ആ രീതിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അർത്ഥം എന്താണ്? നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് അർത്ഥം അല്ലെ. കൂടുതൽ ആളുകൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പെർസെന്റേജ് കുറവാണെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്ന ആളുകളുടെ എണ്ണം അവിടെ കുറവാണ്. അത് ആ ഒരു സർവീസിന്റെ ക്വാളിറ്റിയുടെ ആ ഒരു എന്താ പറയാ മോശം അവസ്ഥയെയാണ് അത് കാണിക്കുന്നതായിട്ട്. കണ്ടോ? നമുക്ക് അത് വെച്ചിട്ട് ഓരോന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ഇൻഡിക്കേറ്റർ ആണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. അതാണ്
മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് മരുന്നുകൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിൽ വരുന്ന തെറ്റുകളാണ് കേട്ടോ. അതിന്റെ നിരക്കാണ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ മരുന്നുകൾ പേഷ്യൻസിന് കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൽ വരുന്ന തെറ്റുകൾ, എററുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ തെറ്റുകൾ, മരുന്നുകൾ കൊടുക്കുന്നതിൽ, വിതരണം ചെയ്യുന്നതിൽ വരുന്ന എററുകളുടെ നിരക്കാണ് കേട്ടോ, തെറ്റുകളുടെ നിരക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം പറയാം, മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ പല രീതിയിലാവാം. നമ്മൾ പറഞ്ഞു മരുന്നുകൾ കൊടുക്കുന്നതിൽ വരുന്ന പാകപ്പിഴകൾ എന്ന് പറഞ്ഞു, തെറ്റുകൾ എന്ന് പറഞ്ഞു. അത് എങ്ങനെ വേണമെങ്കിലാവാം. ഒന്നെനിക്ക് റോങ് ഡ്രഗ് ആയിരിക്കാം, അതായത് തെറ്റായിട്ടുള്ള മരുന്ന് കൊടുക്കാം, അങ്ങനെ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ റോങ് ഡോസ് ആവാം, അതായത് നമ്മൾ തെറ്റായ ഡോസിൽ മരുന്ന് കൊടുക്കുക. ചിലപ്പോൾ ഓവർ ഡോസ് ആവാം, അല്ലെങ്കിൽ ഒട്ടും ഡോസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുക. അതൊക്കെ മെഡിക്കേഷൻ എററിൽ വരുന്ന കാര്യമാണ്. അല്ലെങ്കിൽ റോങ് റൂട്ടിലൂടെ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നതാണ്. റോങ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓറലി കൊടുക്കേണ്ട മരുന്നാണ്, അത് ചിലപ്പോൾ IV ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ IV ആയിട്ട് കൊടുക്കേണ്ട മരുന്നാണ്, അത് ഓറലി കൊടുക്കാം. അപ്പൊ റോങ് റൂട്ടാണ്, തെറ്റായ രീതിയിൽ നമ്മൾ തെറ്റായ റൂട്ടിലൂടെ മരുന്നുകൾ, അതും മെഡിക്കേഷൻ എററാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് റോങ് ടൈം, തെറ്റായ സമയത്ത് നമ്മൾ മരുന്ന് കൊടുക്കുക അല്ലെ. ഇപ്പൊ രാവിലെ കൊടുക്കേണ്ട മരുന്നാണ്, ആ മരുന്നെടുത്ത് രാത്രി കൊടുത്താൽ ശരിയാവോ? അപ്പൊ അതെന്താണ്? അതും ഒരു മെഡിക്കേഷൻ എററാണ്. പിന്നെ പറയാവുന്നത് ഒമിഷൻ ആണ്. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് കൊടുക്കാതിരിക്കാം, മനഃപൂർവ്വം അത് ഒഴിവാക്കാം. ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു മരുന്നാണ്, ആ മരുന്ന് കൊടുക്കേണ്ടതാണ്, ആ മരുന്ന് മനഃപൂർവ്വം എന്നല്ല, അതിന്റെ അറിയാതെ ആയാലും അത് കൊടുക്കാതിരിക്കാം. അതും എന്താണ്? മെഡിക്കേഷൻ എററിൽ വരുന്ന കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ മെഡിക്കേഷൻ എറർ എന്ന് പറയുന്നത് ഏത് രീതിയിലാവാം? റോങ് ഡ്രഗ് ആവാം, റോങ് ഡോസ് ആവാം, റോങ് റൂട്ട് ആവാം, റോങ് ടൈം ആവാം, അതല്ലെങ്കിൽ ഒമിഷൻ ആവാം. ഇതൊക്കെ മെഡിക്കേഷൻ എററിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ അത് ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും സംഭവിക്കാം. ഇന്ന ആളുടെ കയ്യിൽ നിന്ന് സംഭവിക്കാൻ പാടുള്ളൂ എന്ന് യാതൊരു നിർബന്ധമില്ല. ആരുടെ കയ്യിൽ വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ ഡോക്ടറുടെ കയ്യിൽ നിന്ന് സംഭവിക്കാം. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് മരുന്ന് മാറിപ്പോയിക്കൂടെ? അങ്ങനെ വരുന്നൂടെ? ഇനി ഡോക്ടർ കറക്റ്റ് ആയിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തു, നമ്മളത് ഫാർമസി കൊണ്ടുപോയി, ഫാർമസിയിൽ നിന്ന് മരുന്ന് എടുത്തു കൊടുത്തപ്പോൾ മാറിപ്പോയി, അങ്ങനെയും സംഭവിക്കാം. ഒരു ഫാർമസിസ്റ്റിന് അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് വേണമെങ്കിൽ എററുകൾ സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു നഴ്സിന്റെ കയ്യിൽ എറർ സംഭവിക്കാം. അപ്പൊ നഴ്സ് മരുന്ന് എടുത്തു കൊടുക്കുന്ന നഴ്സ് മരുന്ന് മാറിപ്പോയി, അങ്ങനെ സംഭവിച്ചൂടെ? ഇനി അതും അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കയ്യിൽ തന്നെ സംഭവിക്കാം. അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ ഉച്ചയ്ക്ക് രാവിലെ 2 എണ്ണം കഴിക്കേണ്ട മരുന്നാണ്, നമ്മൾ എന്ത് ചെയ്തു, 2 എണ്ണം കഴിക്കുന്നതിന് പകരം ഒരു 4 എണ്ണം എടുത്ത് അറിയാണ്ട് കഴിച്ചു പോകും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നും സംഭവിക്കാം. അപ്പൊ മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരുടെ കയ്യിൽ നിന്നും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണെന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ നിരക്കാണ് നമ്മൾ ഇന്നിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മെഡിക്കേഷൻ എറർ ഈസ് എനി പ്രിവെന്റബിൾ ഇവന്റ്. പിന്നെന്താ വെച്ചാൽ മെഡിക്കേഷൻ എറർ എന്ന് പറഞ്ഞാൽ പ്രിവെന്റബിൾ ഇവന്റ് ആണ്. നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മെഡിക്കേഷൻ എററുകളെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെ. അതാണ് പ്രിവെന്റബിൾ ആയിട്ടുള്ള ഇവന്റ് ആണ്, നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സോ എ മെഡിക്കേഷൻ എറർ ഈസ് എൻ എനി പ്രിവെന്റബിൾ ഇവന്റ് that may cause or lead to unsuitable medication use or patient harm while the medication is in the control of a healthcare professional, patient or consumer. കണ്ടോ, ആരുടെ കയ്യിൽ വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, ഒരു ഡോക്ടറുടെ കയ്യിലോ നഴ്സിന്റെ കയ്യിലോ സംഭവിക്കാം. ഈവൻ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിലും മെഡിക്കേഷൻ എററുകൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഫോർമുലയാണ്. എന്തായിരിക്കും ഫോർമുല വരിക? എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് അല്ലെ, മെഡിക്കേഷൻ എററുകളുടെ ആകെ എണ്ണം, മെഡിക്കേഷൻ എററുകൾ സംഭവിച്ചതിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് വരിക? ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് ഇൻറ്റു 100. റേറ്റ് ആണ്, റേറ്റ് പെർസെന്റേജ് എന്നൊക്കെ പറയുന്നത് ഇൻറ്റു 100 ആണ് കേട്ടോ. അപ്പൊ എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ എററുകൾ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുടെ എണ്ണം. അങ്ങനെയൊന്നും പറയണ്ട. എന്താണ് ഉദ്ദേശിക്കുന്നത്? മെഡിക്കേഷൻ എററുകൾ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മരുന്നുകൾ കൊടുക്കുമ്പോഴൊക്കെ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഏത് സാഹചര്യത്തിൽ എറർ വരാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അതെന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റേർഡ്, അത്രയേ ഉള്ളൂ. നമ്മൾ ആകെ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസുകൾ അല്ലെങ്കിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യപ്പെട്ട മെഡിക്കേഷൻസുകളുടെ ആകെ എണ്ണമാണ്. ആകെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എപ്പോഴൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ മെഡിക്കേഷൻ എററുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എററുകളുടെ ആകെ എണ്ണം
ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ. മെഡിക്കേഷൻ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുടെ ആകെയാണ്. എന്നുവെച്ചാൽ മെഡിക്കേഷൻ എപ്പോഴൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എറർ വരാനുള്ള സാധ്യതയുണ്ട്. വരും എന്ന് ഉറപ്പൊന്നുമില്ല, വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇൻറ്റു 100 കേട്ടോ, റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ, മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർജ് വിത്ത് എറർ ഫ്രോൺ അബ്രീവിയേഷൻ. എന്താണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർജ് വിത്ത് എറർ ഫ്രോൺ അബ്രീവിയേഷൻ? എറർ ഫ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എറർ വരാൻ സാധ്യതയുള്ള അബ്രീവിയേഷനുകൾ അല്ലെ, ചുരുക്കെഴുത്തുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. അതാണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർജ് വിത്ത് എറർ ഫ്രോൺ അബ്രീവിയേഷൻ. അതായത് എറർ വരാൻ സാധ്യതയുള്ള അബ്രീവിയേഷൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? എറർ ഫ്രോൺ അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം പറയാം, നമ്മളിപ്പോ മെഡിക്കൽ ടെർമിനോളജി ഒക്കെ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ സാധാരണ മരുന്നുകളൊക്കെ പറയും ഇത്ര മില്ലിഗ്രാം, അങ്ങനെ നമ്മൾ പറയാറില്ല മില്ലിഗ്രാം. നമ്മൾ മില്ലിഗ്രാമിനെ എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്? സ്മോൾ എമ്മും സ്മോൾ ജി വെച്ചിട്ടല്ലേ നമ്മൾ അങ്ങനെയല്ലേ എഴുതാറ്? മില്ലിഗ്രാം സ്മോൾ എമ്മും സ്മോൾ ജി ആണ് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ആ സ്മോൾ എം മാറ്റി ക്യാപിറ്റൽ എം എടുത്തെന്ന് വിചാരിക്കാം. എന്തായത്? മെഗാഗ്രാം ആയി മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മില്ലിഗ്രാം എന്ന് പറയുന്നതും മെഗാഗ്രാം എന്ന് പറയുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ. മില്ലിഗ്രാം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ, മെഗാഗ്രാം എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ ചെറിയൊരു ഇതിന്റെ വ്യത്യാസത്തില് മിസ്റ്റേക്കുകൾ വരാം അല്ലെ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും എഴുതും, ചിലരുടെ കൈയക്ഷരത്തിന്റെ പേര് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാണ്ട് പോവാം അല്ലെ. ഒന്നുകിൽ അത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ വരുന്ന മിസ്റ്റേക്ക് വരാം അല്ലെ. ഇപ്പൊ ഒരാളുടെ കൈയക്ഷരം ഇപ്പൊ ചിലപ്പോ അവർ ഉദ്ദേശിച്ചത് മില്ലിഗ്രാം ആയിരിക്കാം, സ്മോൾ എം ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത് ക്യാപിറ്റൽ എം ആയിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മെഗാഗ്രാം ആയി. നല്ല വ്യത്യാസമുണ്ട് അവിടെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ എറർ ഫ്രോൺ അബ്രീവിയേഷൻ ആണ്. മില്ലിഗ്രാം ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. സ്മോൾ എം മാറി ക്യാപിറ്റൽ എം ആയി കഴിഞ്ഞാൽ അത് മെഗാഗ്രാം ആണ്. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ക്യൂഡിയും ക്യൂഐഡിയും. അതൊക്കെ നമ്മൾ ടെർമിനോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ക്യൂഡി എന്ന് പറഞ്ഞ ഡെയിലി എന്നാണ് അർത്ഥം. ഓക്കെ, ക്യൂഐഡി നടുക്കൊരു ഐ കയറി വന്നു കഴിഞ്ഞാല് 4 times ഡെയിലി എന്നാണ് അർത്ഥം. 4 times എ ഡേ എന്ന അർത്ഥം. അതായത് ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം. ദിവസവും കഴിക്കേണ്ട മരുന്നും ദിവസത്തിൽ 4 പ്രാവശ്യം കഴിക്കേണ്ട മരുന്നും തമ്മിൽ വ്യത്യാസമില്ലേ? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ക്യൂഡി ക്യൂഐഡി ആ ഐ ചിലപ്പോൾ നമ്മൾ കണ്ടില്ല അല്ലെങ്കിൽ നമ്മൾ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസങ്ങൾ വരും. ഇതിനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ ആ രീതിയിൽ എറർ പ്രോൺ ആയിട്ട്, അതായത് ഈ പറയുന്ന എറർ വരാൻ സാധ്യതയുള്ള അബ്രീവിയേഷൻസുകൾ ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ ശതമാനം, അത് വേറൊരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഷുഡ് ബി ഡിഫൈൻഡ് in accordance with the guidelines set out for the safe medication practices. കേട്ടോ. അപ്പോ നമ്മൾ എറർ പ്രോൺ അബ്രീവിയേഷൻസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വേണം ഈ പറയുന്ന എറർ പ്രോൺ അബ്രീവിയേഷൻസുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കാരണം തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. തെറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ ബാധിക്കും? പേഷ്യന്റിന്റെ സേഫ്റ്റിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ എറർ, പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള എന്താണ് അബ്രീവിയേഷൻസ് ഉപയോഗിക്കാൻ വേണം. അപ്പൊ മില്ലിഗ്രാമും വേണം, മെഗാഗ്രാം, ഇതൊക്കെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള എറർ പ്രോൺ അബ്രീവിയേഷൻസ് കൃത്യമായിട്ടുള്ള എന്താണ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് കൊണ്ട് വേണം ഉപയോഗിക്കാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസസ് അല്ലെ. അതായത് വളരെ സുരക്ഷിതമായിട്ടുള്ള മെഡിക്കൽ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മൾ എറർ പ്രോൺ അബ്രീവിയേഷൻസ് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫോർമുല നോക്കാം. എങ്ങനെയാണ് ഫോർമുല വരിക? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ്, അതായത് എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം, ഡിവൈഡഡ് എന്താണ്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ്, ആകെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം ഇൻറ്റു 100. അങ്ങനെ നമ്മൾ എടുക്കാം. ആകെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകൾ എത്ര ഉണ്ട്, അതിനകത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം അങ്ങനെ നമ്മൾ കണക്കാക്കാം. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിവ്യൂഡ് ഇൻറ്റു 100 കേട്ടോ. പെർസെന്റേജിലല്ലേ നമ്മൾ പറയുന്നത്. സോ എന്തുണ്ടായിരിക്കും? ഇൻറ്റു 100 ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? ആ 5 ഫോർമുലകളും ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ ക്ലിയർ ആണോ നോക്കി?
ആറാമത്തെ നോക്കാമല്ലോ നമുക്ക്. നെക്സ്റ്റ് ഫോർമുലയിലേക്ക് നോക്കാം കേട്ടോ. അടുത്തത് ആറാമത്തെ പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. എന്താണ് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രതികൂലമായിട്ടുള്ളത് അല്ലെ. അതായത് പ്രതികൂലമായിട്ടുള്ള മരുന്നിന്റെ റിയാക്ഷൻസുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനം കേട്ടോ. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ശതമാനമാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത്. ഓക്കെ, ഇൻപേഷ്യൻസിലാണ് കേട്ടോ, ഔട്ട് പേഷ്യൻസിലല്ല. ഇൻപേഷ്യൻസില് ഈ പറയുന്ന അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, പ്രതികൂലമായിട്ടുള്ള മരുന്ന് റിയാക്ഷൻസ്, ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ വരാം, അലർജി വരാം, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരാം അല്ലെ. പൊതുവെ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് മരുന്ന് എഴുതുന്നേക്കാളും മുമ്പ് ചോദിക്കാറുണ്ട് അല്ലെ, എന്തെങ്കിലും അലർജിക് പ്രോബ്ലം ഉണ്ടോ, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മൾ മരുന്നുകൾ കഴിച്ചിട്ട് അഡ്വേഴ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രഗ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ ശതമാനം. അപ്പൊ എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന അവിടെ എഴുതിയിട്ടുണ്ട്. Adverse drug reaction is a response to a drug which is toxic and unintended and which happens at doses normally used in man for prophylaxis. Normally used for prophylaxis, diagnosis or therapy of disease or for the modification of physiological functions. എന്താണ് അവിടെ പറയുന്നത്? ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാവുന്നത്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചത് മൂലം നമുക്ക് എന്തെങ്കിലും ടോക്സിക് ആയിട്ട്, അൺഇന്റൻഡഡ് ആയിട്ട്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമുക്ക് ആകസ്മികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ടോക്സിക് ആയിട്ട് ഉണ്ടാവുന്ന എന്തെങ്കിലും റിയാക്ഷൻസ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നോർമൽ ഡോസിൽ തന്നെ മരുന്നെടുക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട്. അറ്റ് ഡോസസ് നോർമലി യൂസ്ഡ്, നമ്മൾ നോർമൽ ഡോസിൽ തന്നെ മരുന്നെടുക്കുമ്പോൾ വരുന്ന റിയാക്ഷൻസ് ആണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോ നമ്മുടെ ചില മരുന്നുകള് ഓവർഡോസ് ആയി കഴിച്ചു എന്ന് വിചാരിക്കാം. ഓവർഡോസ് ആയി കഴിച്ചു കഴിഞ്ഞാൽ ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ് അല്ലെ. ഒരെണ്ണം കഴിക്കേണ്ടടുത്ത് ഒരു 4 എടുത്ത് കഴിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ നോർമൽ ഡോസിൽ തന്നെ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് വരുന്ന റിയാക്ഷൻസ് ആണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ പ്രോഫൈലാക്സിസ്. പ്രോഫൈലാക്സിസ് എന്ന് വെച്ചാൽ പ്രതിരോധം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നമ്മളിപ്പോ എന്തെങ്കിലും പ്രതിരോധത്തിനായിട്ട് നമ്മൾ കോവിഡ് വാക്സിൻ ഒക്കെ എടുത്ത സമയത്ത് ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ. ഓക്കെ, അപ്പൊ അത് കോവിഡ് വാക്സിൻ എന്ന് പറഞ്ഞത് പ്രോഫൈലാക്സിസ് വാക്സിൻ ആണ് അല്ലെ. പ്രതിരോധത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തൊരു വാക്സിൻ ആണ് അല്ലെ. അതുപോലെ എന്തെങ്കിലും ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു എന്തെങ്കിലും അസുഖത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ നോർമൽ ഡോസിൽ മരുന്ന് എടുക്കുമ്പോ അത് നമുക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ട്, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഹാർംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ദാറ്റ് ഈസ് കോൾഡ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ഫോർമുല വരിക? ഇങ്ങനെയായിരിക്കും ഫോർമുല വരിക. നോക്കിയേ, നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അതായത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് വരിക? നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, ആകെയുള്ള ഇൻപേഷ്യൻസുകളുടെ എണ്ണം. ആ ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസ് ആദ്യം അഡ്മിറ്റ് ആയിട്ടുണ്ട്, അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ എത്ര പേരിൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെ. അങ്ങനെ കണക്കാക്കുന്നത് into 100% ആണ്. സോ into 100. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT. OT എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. പെർസെന്റേജ് ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു OT, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ആകസ്മികമായിട്ട് തിരിച്ചു പോകേണ്ടി വന്ന കേസുകളുടെ ശതമാനം അല്ലെ. തിരിച്ചു പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരാള് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തെങ്കിലും സർജറിക്ക് വിധേയമാക്കി, സർജറി കഴിഞ്ഞ് ആള് ICUലോട്ട് മാറ്റി, പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും പ്രോബ്ലം വന്ന് വീണ്ടും ഒരു രണ്ടാമതൊരു സർജറിക്ക് വേണ്ടിയിട്ട് ഈ രോഗീനെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അത് അൺപ്ലാനഡ് ആണ്, അൺപ്ലാനഡ് ആയിട്ട് വരുന്നതാണ്, ആകസ്മികമായിട്ട് വരുന്ന കേസുകളാണ് കേട്ടോ. അപ്പൊ അത്തരത്തില് അൺപ്ലാനഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് തിരിച്ചു പോകേണ്ടി വന്ന കേസുകളുടെ ശതമാനം. അപ്പൊ നോക്കിയേ, അൺപ്ലാനഡ് റിട്ടേൺ ടു ദ ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എനി സെക്കൻഡറി പ്രൊസീജിയർ നീഡഡ് ഫോർ എ കോംപ്ലിക്കേഷൻ that results directly from the index operation. Index means initial operation. ഇവിടെ ഇനീഷ്യൽ ഓപ്പറേഷൻ വെച്ചാൽ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു, പക്ഷെ അതിന്റെ ആ ഒരു ഓപ്പറേഷനിൽ ചിലപ്പോൾ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടാണോ
മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായി, രോഗിക്ക് എന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി, ആ കോംപ്ലിക്കേഷൻസ് വന്നതിന്റെ പേരിൽ രണ്ടാമത് വീണ്ടും റീ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ രോഗിയെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതും നോക്കിയേ, ഡ്യൂറിംഗ് ദി സെയിം അഡ്മിഷൻ സമയത്ത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, സെയിം അഡ്മിഷൻ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അതായത് ഇപ്പോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, പ്രൈമറി ഓപ്പറേഷൻ കഴിഞ്ഞു, ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു, അത് ഓക്കെ ആയി, ഈ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് വിട്ടിട്ട് പിന്നീട് ഡിസ്ചാർജ് ചെയ്ത് വിട്ടതിന് ശേഷം വീണ്ടും വരുന്ന കേസ് അല്ല ഉദ്ദേശിക്കുന്നത്. അതേ അഡ്മിഷനിൽ തന്നെ, അതായത് ആദ്യം അഡ്മിറ്റ് ചെയ്തതിന് ശേഷം സർജറി ചെയ്തു, ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വീണ്ടും രണ്ടാമത് ഒരു സർജറി ചെയ്യുന്നതായിട്ട് വരും. അതുകൊണ്ടാണ് സെയിം അഡ്മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആദ്യത്തെ സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി 1 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന സർജറി അല്ല അവിടെ എടുക്കുക. അതേ അഡ്മിഷനിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും രണ്ടാമത് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ ശതമാനം കേട്ടോ. അപ്പൊ എങ്ങനെയായിരിക്കും? ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡീബ്രൈറ്റ്മെന്റ് കേട്ടോ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡീബ്രൈറ്റ്മെന്റ്, സെക്കൻഡറി സിസേറിയൻ എംബോലെക്ടമി, ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ എക്സെട്ര കേട്ടോ. പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം സിവിയർ ആയിട്ട് എന്തെങ്കിലും ബ്ലീഡിങ് വരുന്ന ഒരു സാഹചര്യം. അതുപോലെ ഡീബ്രൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ചില ടിഷ്യൂസുകൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞ് ഓക്കെ ആയി, പക്ഷെ സർജറി കഴിഞ്ഞതിന് ശേഷം നല്ല ബ്ലഡ് ക്ലോട്ട് ആവുകയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലോട്ടിങ് ആയിട്ടുള്ള ടിഷ്യൂസുകൾ നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. രണ്ടാമത് വീണ്ടും റീ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യമാണ് ഡീബ്രൈറ്റ്മെന്റ് എന്നാണ് പറയുക. അതുപോലെ സെക്കൻഡറി സിസേറിയൻ എംബോലെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, രക്തക്കൊള്ളുകളിലൊക്കെ ബ്ലഡ് ബ്ലോക്ക് ആവുന്ന ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് റിമൂവ് ചെയ്യേണ്ടി വരും അല്ലെ. റിമൂവ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം. പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞ പേഷ്യന്റ് ആണ്, അത് കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും കാരണവശാൽ അവരുടെ ബ്ലഡ് വെസൽ ബ്ലഡ് ക്ലോട്ട് ആയി കിടന്ന പ്രശ്നമാണ്. ആ ബ്ലഡ് ക്ലോട്ടിങ് എടുത്ത് മാറ്റണം. ഓക്കെ, അതിനെയാണ് എംബോലെക്ടമി എന്ന് പറയുന്നത്. സെക്കൻഡറി സിസേറിയൻ എംബോലെക്ടമി, സെക്കൻഡറി എന്ന് പറയാൻ കാരണം രണ്ടാമത് ചെയ്യേണ്ടതായിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ സെക്കൻഡറി സിസേറിയൻ എംബോലെക്ടമി. അതുപോലെ തന്നെ ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ, അതായത് നമ്മൾ അനസ്തേഷ്യ പഠിച്ചപ്പോ നമുക്കറിയാം, അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഡോക്ടർ എന്താണ് ഈ പറയുന്ന രോഗിയെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അനസ്തേഷ്യ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു പേഷ്യന്റിന് സർജറി ചെയ്യുന്നത്. സർജറി കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യന്റിന് ബോധം വരികയല്ലോ. കുറച്ചു നേരം അനസ്തേഷ്യയുടെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും അല്ലെ. അനസ്തേഷ്യ ഇഫക്റ്റ് കഴിയുമ്പോഴാണ് അവരൊരു കോൺഷ്യസ് മൈൻഡിലോട്ട് വരുന്നത് അല്ലെ, കോൺഷ്യസ്ലോട്ട് വരുന്നത്. സോ നമ്മൾ ഈ സർജറി കഴിഞ്ഞ് ആ ഒരു അനസ്തേഷ്യയുടെ ഇഫക്റ്റ് കഴിയുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും വാരിയേഷൻസ് പെട്ടെന്ന് രോഗിയിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമുക്ക് റീ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പ്രീ അല്ലാട്ടോ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡീബ്രൈറ്റ്മെന്റ്, സെക്കൻഡറി സിസേറിയൻ എംബോലെക്ടമി, അതുപോലെ ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ. ഇതൊക്കെ റീ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസുകളാണ് കേട്ടോ. അപ്പൊ ഫോർമുല എന്താ വരിക? ഓക്കെ, നമ്പർ ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അൺപ്ലാനഡ് ആയിട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുള്ള കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ ഇൻടു 100. ആകെ എന്താണ് സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ പറയുന്ന ഒരു സർജറിക്ക് വിധേയമായിട്ടുള്ള ആകെ പേഷ്യൻസ് എണ്ണം. അങ്ങനെയല്ലേ കണക്കാക്കാം. അതായത് സർജറിക്ക് വിധേയമാക്കിയിട്ടുള്ള ആകെ പേഷ്യൻസുകളുടെ എണ്ണം എടുക്കാം. അതിനകത്ത് എത്ര പേഷ്യൻസിന് ഇതുപോലെ അൺപ്ലാനഡ് ആയിട്ട് വീണ്ടും റീ ഓപ്പറേഷന് വേണ്ടിയിട്ട് തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിൽ വരെ നമ്പർ ഓഫ് അൺപ്ലാനഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻടു 100 കേട്ടോ. പെർസെന്റേജ് ആണ്, സോ ഇൻടു 100. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, 8ാമത്തെ ഇൻഡിക്കേറ്റർ ഇതാണ്. പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization's procedure to prevent adverse events like wrong site, wrong patient and wrong surgery have been adhered to. Adhere എന്ന് കേട്ട് കഴിഞ്ഞാൽ അർത്ഥം പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. പല സ്ഥലത്ത് ഈ വേർഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താണ് അവിടെ പറയുന്നത്? അതായത് തെറ്റായ സൈറ്റില് അല്ലെങ്കിൽ തെറ്റായ പേഷ്യന്റ്, തെറ്റായ രീതിയിലൊക്കെയുള്ള സർജറികൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. സർജറികളിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട്.
റോങ് ആയിട്ടുള്ള സൈറ്റിൽ കൊണ്ട് സർജറി ചെയ്യുക, ആള് മാറി സർജറി ചെയ്യുക, അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ സർജറിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ഭാഗ്യപ്പിഴകൾ വരിക. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള എന്താണ് അഡ്വേഴ്സ് ഇവന്റ്സ്, അല്ലെ, അങ്ങനെയുള്ള പ്രതികൂലമായിട്ടുള്ള അത്തരത്തിലുള്ള എന്താ പറയുക ഇവന്റ്സുകളെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ചില നടപടിക്രമങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം, അതിങ്ങനെ നീട്ടിപ്പറ്റി പറയണമെന്നൊന്നുമില്ല, എന്ത് പറഞ്ഞാൽ മതി, പെർസെന്റേജ് ഓഫ് സേഫ് സർജറീസ് ആണ്, സുരക്ഷിതമായിട്ട് നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. എത്രയേ ഉള്ളൂ കേട്ടോ. അതിനാണ് അവർ പറഞ്ഞത് തെറ്റായ സൈറ്റില് തെറ്റായ പേഷ്യന്റില് തെറ്റായ സർജറികളൊക്കെ ചെയ്യുന്നത് തടയാനായിട്ട് ചില നടപടിക്രമങ്ങൾ ഹോസ്പിറ്റലിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനം. ഓക്കെ, ഇന്നത്തെ കാലത്ത് സർജറികളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വീഡിയോയിലൊക്കെ ആക്കി കൊടുക്കും, വീഡിയോ അങ്ങനെയൊക്കെ ടൈപ്പിലൊക്കെ ആക്കിയിട്ട് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കൊടുക്കാറുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗമാണ്. ഒരു സേഫ് ആയിട്ട് നടത്തുന്നു, അല്ലെങ്കിൽ സർജറികൾ സേഫ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതിനായിട്ടുള്ള അതിന്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളത് വീഡിയോ ഒക്കെ എടുത്ത് അത് പേഷ്യൻസിനും മറ്റുമൊക്കെ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. കാര്യം പിന്നീട് സർജറിക്ക് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അതിന് അങ്ങനെയൊക്കെ വരാതിരിക്കാനും അതിനൊക്കെ ഒരു എവിഡൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കുന്നതും വീഡിയോ ടേപ്പിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് സർജറി ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സുരക്ഷാ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ശതമാനമാണ് അവിടെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ ഫോർമുല എങ്ങനെയാ വരിക? നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed. That means ഈ പറയുന്ന ഫോളോഡ് മീൻസ് നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, ആകെ നടന്നിട്ടുള്ള സർജറികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആകെ എത്ര സർജറികൾ ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ട്, അതിനകത്ത് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള സർജറികളുടെ ഇൻറ്റു 100% ആണ്, അതുകൊണ്ട് ഇൻറ്റു 100 കേട്ടോ. അങ്ങനെയാണ് അതിന്റെ ഫോർമുല വരിക. ക്ലിയർ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഇപ്പൊ ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നമുക്കറിയാം അല്ലെ, നമ്മൾ ബ്ലഡ് ബാങ്കിനകത്ത് പഠിച്ചതാണ് അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് കേട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? മോശമായിട്ടുള്ള റിയാക്ഷൻ ആണ്. അതായത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഈ പറയുന്ന പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്റ്റൈൽ ആയിട്ടുള്ള ഇവന്റ്സുകൾ അല്ലെ, മോശമായിട്ടുണ്ടായിട്ടുള്ള റിയാക്ഷൻ, അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ. എനി ഹോസ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്? ഡേഞ്ചറസ് ആയിട്ടുള്ളത് കേട്ടോ, അപകടകരമായിട്ടുള്ളത് അർത്ഥം. എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ ടു ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസ് should be considered as a transfusion reaction. നമ്മൾ ഈ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തത് മൂലം ഉണ്ടായിട്ടുള്ള ഏത് മോശം റിയാക്ഷൻസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലാവാം, പല റേഞ്ചിലാവാം. ഓക്കെ, ഇറ്റ് മേ റേഞ്ച് ഫ്രം എ മൈൽഡ് അലർജിക് റിയാക്ഷൻ including chills triggers to the life-threatening complications such as TRALI and the graft versus host disease. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ അതുമൂലം ഉണ്ടാകാം. ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. മൈൽഡ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം, ലൈക്ക് ഈ പറയുന്ന പോലെ ചിൽസ് റിഗേഴ്സ്. ചിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ഫീലിംഗ് ഓഫ് കോൾഡ്നെസ്, നമുക്കൊരു തണുപ്പ് പോലെ ഫീൽ ചെയ്യാം. റിഗർ എന്ന് പറഞ്ഞാൽ ഷിവറിംഗ് ആണ്, ഷിവറിംഗ് അനുഭവപ്പെടുക. അതൊക്കെ വളരെ മൈൽഡ് ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. അതേസമയം ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്, നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് ട്രാലി ആണ്. ട്രാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോം ഒന്ന് വിളിച്ചോട്ടോ. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് എഴുതി വെക്കുക കേട്ടോ. ട്രാലിയുടെ ഫുൾ ഫോം ആണ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് acute ACUTE acute
ലങ് ഇഞ്ചുറി, ലങ് LUNG കേട്ടോ, ലങ് ഇഞ്ചുറി, INJURY ഇഞ്ചുറി. ഓക്കെ, ടാലി എന്താണ്? ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി കേട്ടോ. അതായത് നമ്മൾ ഈ ട്രാൻസ്ഫ്യൂഷൻ എന്താ നടത്തിയിട്ട് ഇപ്പൊ ലങ്ങിന്, അതായത് ശ്വാസകോശത്തിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുന്ന രീതിയിൽ വരിക, അതാണ് ട്രാലി. അതൊക്കെ വളരെ റയർ ആണ് കേട്ടോ. ലൈഫ് ത്രെറ്റനിങ് ആയിട്ടൊക്കെ അങ്ങനെ സംഭവിക്കുന്ന കേസുകളുണ്ട്, വളരെ റയർ ആണത്. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? GVHD എന്ന് പറയും കേട്ടോ, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ്. അതായത് നമ്മൾ ഡോണറിൽ നിന്ന് കൊടുക്കുന്ന സെല്ലുകൾ, ബ്ലഡ് സെല്ലുകളാണല്ലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ഈ ഡോണറിന്റെ സെല്ലുകള് റെസിപ്പിയന്റിന്റെ ശരീരത്തിൽ എത്തുമ്പോൾ, അതായത് സ്വീകർത്താവിന്റെ ശരീരത്തിൽ എത്തുമ്പോൾ അവരുടെ ബോഡിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥ. ഓക്കെ, ഇപ്പൊ അതായത് ഞാനൊരാൾക്ക് ബ്ലഡ് കൊടുക്കുകയാണ്, അപ്പൊ എന്റെ ബോഡി സെൽസ് അല്ലെങ്കിൽ ഒരു RBC ആണെന്ന് ഇരിക്കട്ടെ, ഞാൻ എന്റെ RBC മറ്റൊരാൾക്ക് ഡൊണേറ്റ് ചെയ്യാണ്. പക്ഷെ അയാളുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ കൊടുത്ത ബ്ലഡിനകത്ത് RBC അയാളുടെ ബോഡിയിലെ RBCനെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ, നശിപ്പിച്ചു കളയുന്ന അവസ്ഥ. അപ്പൊ നമ്മളൊരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലഡ് കൊടുക്കുന്നത്. പക്ഷെ ബ്ലഡ് കൊടുത്തു വന്നപ്പോ അയാളുടെ ബോഡിയിൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞാൽ അയാളുടെ ജീവന് തന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സെൽസ് ആണ് കേട്ടോ. ഡോണർ സെൽസ് ഓഫ് ദ, അതായത് ഡോണർ സെൽസ്, ഇമ്മ്യൂൺ സെൽസ് ഓഫ് ദ ഡോണർ ദാറ്റ് അറ്റാക്സ് ദ ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീകർത്താവാണ് കേട്ടോ. അതായത് ഹോസ്റ്റിന്റെ ബോഡീനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ. അത് നമ്മള് നമ്മുടെ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ അതിനകത്ത് സ്ക്രീനിങ് ടെസ്റ്റിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതായത് സ്ക്രീനിങ് ഓഫ് എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന ബ്ലഡില് ഏതെങ്കിലും തരത്തിൽ ആകസ്മികമായിട്ട് റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ അത് സ്വീകർത്താവിന്റെ ശരീരത്തിൽ RBCനെ അത് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെയുള്ള കേസുകളാണ്. ഓക്കെ, അതാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫോർമുലയിലേക്ക് നോക്കാം. ഫോർമുല എന്താണ്? നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകളുടെ എണ്ണം. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷൻ മൂലം ഉണ്ടായിട്ടുള്ള മോശം റിയാക്ഷൻസ് ആണ്, അത് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, ആദ്യം നടന്നിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആകെ നടന്നിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻസുകൾ എന്തൊക്കെയാണ്, അതിനകത്ത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുകൾ ഉണ്ടായിട്ടുള്ള കേസുകളുടെ എണ്ണം ഇൻറ്റു 100. പെർസെന്റേജ് ആണല്ലോ, സോ എന്താ വരിക? ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കണ്ടിട്ട്, അപ്പൊ നമ്മളിപ്പോ ഒരു 9 എണ്ണം അല്ലെ, 9 ഫോർമുലയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. നമുക്കൊരു 32 എണ്ണം ഉണ്ടല്ലോ ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഫിനിഷ് ചെയ്യാം കേട്ടോ. കമ്പ്യൂട്ട് ചെയ്യാണ്. ഇതിന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഇത് 2-3 പ്രാവശ്യം വായിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം വായിക്കുക, 2-3 പ്രാവശ്യം നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞ് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിനകത്ത് നമ്മൾ ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് സെയിം ആണ്. നിങ്ങൾ ക്വാളിറ്റി അഷുറൻസ് NABH ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി പഠിച്ചിട്ടുണ്ട് തുടക്കം തന്നെ. ആ സെയിം പോയിന്റുകൾ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. വേറെ ഡൗട്ടുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.